നമ്മൾ മുമ്പ് ചട്ടമ്പി നാട് എന്നൊരു സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒരു കഥാപാത്രമുണ്ട്, ദശമൂലം ദാമു. ദശമൂലം ദാമു സർക്കിൾ ഇൻസ്പെക്ടറുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞങ്ങോട്ട് ഓടിക്കയറുന്നു. പിന്നെ കാണുന്നത് സർക്കിൾ ഇൻസ്പെക്ടറുടെ തോളിൽ വരുന്ന ദശമൂലം ദാമുവിനെയാണ്. ഒരു ഓലക്കീറും വെള്ളത്തുണിയും ഇങ്ങെടുത്തോ എന്ന് പറഞ്ഞ അവസ്ഥയിലാണോ ഇപ്പോൾ CPIയും മറ്റ് ഘടകകക്ഷികളൊക്കെ ഇപ്പൊ അങ്ങ് അജിത് കുമാറിനെ മാറ്റും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇന്ന് മുന്നണി യോഗത്തിന് പോയത്. ഇപ്പോൾ ദശമൂലം ദാമുവിന്റെ അവസ്ഥയായി. എനിക്ക് തോന്നുന്നു ഏത് ഗവൺമെൻറ്റിനും പക്ഷേ ഗവൺമെൻറ്റിൻ്റെതായ ഒരു ഗതി ഉണ്ട്. ആ ഗതി ഇപ്പോൾ നിയന്ത്രിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് പാർട്ടി ഗവൺമെൻറ് രണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലാണ്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും പിണറായി വിജയൻ എന്ന ഉയർന്ന തലയെടുപ്പുള്ള വ്യക്തിത്വത്തെ നേരിടാനോ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനോ ശേഷിയുള്ള ഒരു നേതാവ്, വെളിയം ഭാർഗവനെ പോലെ, പഴയ ചന്ദ്രപ്പനെ പോലെ ഒരു കരുത്തനായൊരു നേതാവ് ഇല്ല എന്നുള്ളൊരു വിശ്വാസം. ഒരു പക്ഷേ ഇടതുപക്ഷം ഇന്ന് വർഗീസ് ജോർജാണ് കുറച്ചും കൂടെ ശക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതുകൊണ്ടായിരിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങളും ഒക്കെ കാണും, കാരണങ്ങളും നിരത്താൻ കാണും. പക്ഷേ അദ്ദേഹം അത് നിർത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഇപ്പോൾ അഭിലാഷ് പറയുന്ന ഇൻട്രോ ആയിരിക്കുമായിരുന്നില്ല ഇന്നത്തെ ചർച്ചയ്ക്ക്. പക്ഷേ രാഷ്ട്രീയമായി ഇപ്പോൾ ബാക്കി അച്ചടക്ക ലംഘനം, അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന ഒരൊറ്റ കാര്യം തന്നെ ഇടതുമുന്നണിയുടെ സകല പ്രോസ്പെക്ട്സിനെയും ഡാമേജ് ചെയ്യാൻ പര്യാപ്തമായ ഇലക്ടറലി തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. മുന്നണിയെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഒരു ഉദ്യോഗസ്ഥനെതിരെ സർവീസ് ചട്ടലംഘനം, അച്ചടക്ക നടപടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി ഭരണപരമായി തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ സർക്കാർ തീരുമാനിക്കട്ടെ. ഇവിടെ പക്ഷേ മുന്നണിക്ക് ചർച്ച ചെയ്യാനും മുന്നണിക്ക് തീരുമാനിക്കാനും സ്കോപ്പുള്ള വിഷയങ്ങൾ ഉണ്ട് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇടതുമുന്നണി ഘടകകക്ഷികൾക്ക് അവിടെ പോയി വാക്കൈ പൊത്തിയിരിക്കേണ്ടി വന്നത്? അവർക്ക് തമ്പ്രാന് മുമ്പിൽ താണു വണങ്ങി നിൽക്കുക എന്നുള്ളതല്ലാതെ ഒരഭിപ്രായം പറഞ്ഞ് അതിനു മുകളിൽ ഒരു ചർച്ച നടത്തി അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ദൗർബല്യത്തിലായി പോയോ ഈ മുന്നണിയിലെ ഘടകകക്ഷികൾ? ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെയാണെങ്കിലും ആത്യന്തികമായിട്ട് ADGP MR അജിത് കുമാറിൻ്റെ സ്ഥാനം തെറിക്കും, തൊപ്പിയുണ്ടല്ലോ, പോലീസിൻ്റെ തൊപ്പി തെറിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അതിനെ ഞാൻ കഴിഞ്ഞ ദിവസം അഭിലാഷ്, നമ്മൾ ഈ ചർച്ചയുടെ ആദ്യത്തെ ഘട്ടത്തിൽ അഭിലാഷ് എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു, ഏതാനും ദിവസങ്ങൾക്ക് അദ്ദേഹത്തിന് തൊപ്പി തെറിക്കും. കാരണം അൻവർ നിരത്തിവെച്ച കാരണങ്ങൾ, MR അജിത് കുമാർ സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിന്നയാൾ, കൊലപാതകത്തിന് കൂട്ടുനിന്നയാൾ, അങ്ങനെ ഒരാൾക്ക് ഇവിടെ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തുടരാൻ കഴിയുമോ? കഴിയത്തില്ല. അദ്ദേഹം തുടരുന്നു ആരോപണം ഉന്നയിച്ചിട്ട് 12 ദിവസമായി തുടരുന്നു. പക്ഷേ അഭിലാഷ്, ഞാനൊരു കാര്യം പറയട്ടെ, ഗവൺമെൻറ്റിന്, മുഖ്യമന്ത്രിക്ക്, ഭരണത്തിൻ്റെ ചുമതലയുള്ള, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് കയ്യിലൊരു തെളിവ് കിട്ടണം, കയ്യിലൊരു അന്വേഷണ ഉത്തരവ് കിട്ടും. ഒരു പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു കുറിപ്പ് കിട്ടാൻ നോക്കിയിരിക്കുകയായിരിക്കും. അതിൽ ശ്രീ ജേക്കബ് ജോർജ്, ഒന്ന്, ദത്താത്രേയ ഹൊസബലെ എന്ന RSSന്റെ സർക്കാര്യവാഹുമായി 2023 തൃശ്ശൂരിൽ പാറമേക്കാവിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതും, അതിന് 2 ആഴ്ച കഴിഞ്ഞ് കോവളത്ത് വെച്ച് രാം മാധവ് എന്ന മറ്റൊരു പ്രമുഖ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ കയ്യിൽ റിപ്പോർട്ടുള്ള, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഖണ്ഡിതമായി നടപടിയെടുക്കാൻ കഴിയുന്ന വിവരമാണ്. ഞാൻ പറയുന്നത് സസ്പെൻഷൻ അല്ലെങ്കിൽ അച്ചടക്ക നടപടി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചല്ല. സർക്കാരിന്റെ പൊളിറ്റിക്കൽ ലൈനിന് വിരുദ്ധമായി സർക്കാരിലെ മുഖ്യ ഉദ്യോഗസ്ഥൻ പെരുമാറിയാൽ അദ്ദേഹത്തിന്റെ ചുമതല മാറ്റാമല്ലോ. ഇപ്പൊ ചുമതലകൾ രാഷ്ട്രീയ തീരുമാനം വഴിയല്ലേ മാറ്റുക? ഇപ്പോൾ ഇന്നലെ മലപ്പുറത്ത് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം ഉണ്ടായല്ലോ, അത് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടില്ലല്ലോ. അതുപോലെ MR അജിത് കുമാറിന്റെ ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ സ്ഥാനചലനമാകാമായിരുന്നു, അതൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ഈ സാങ്കേതികത്വം പറയുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംരക്ഷിക്കൽ തന്നെയാണ്. അല്ല, ഞാൻ സാങ്കേതികത്വമല്ല പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഇതായിരിക്കാം, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഗതി ഇതായിരിക്കാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കോട്ടയത്ത് വെച്ച് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഏത് ഉന്നതനായാലും കുറ്റക്കാരെന്ന് കണ്ടാൽ നടപടിയെടുക്കും, കർശനമായ നടപടിയെടുക്കും, പോലീസിലുണ്ടാവില്ല, സേനയിലുണ്ടാവില്ല എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിൻ്റെ അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കർശനമായൊരു നടപടി, ഒന്നും വേണ്ട, ലളിതമായൊരു നടപടി അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരു സ്ഥാനത്ത് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ, അതിനുശേഷം ഉണ്ടായ പല തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ, മാധ്യമങ്ങളിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ പിണറായി വിജയൻ അതല്ല സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്താണെന്ന് നമുക്ക് കാണാം. എങ്കിൽ പോലും അദ്ദേഹം അത് ചെയ്യേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് അഭിലാഷ് എൻ്റെ അഭിപ്രായം. ശരി.